നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവനിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന നെൽവിത്ത് അപ്രത്യക്ഷമായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബി.ജെ.പി. നീണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി. നീണ്ടൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ബി.ജെ.പി. കോട്ടയം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി N.K. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഉണ്ടാവുമോ? ഇല്ല. ഇതൊന്നും പഠിക്കാതെ പരമ്പരാഗതമായി അവൻ പാടം എങ്ങനെയാണ് ഉഴുന്നതെന്നും എങ്ങനെയാണ് വിത്ത് മുളപ്പിക്കേണ്ടതെന്നും എപ്പോ വിത്ത് വിതയ്ക്കണമെന്നും എപ്പോ വളമിടണമെന്നും എപ്പോ അത് കൊയ്യണമെന്നും അവനറിയാം. ഇത് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ 110 മുതൽ 120 ദിവസം വരെ വിളവെടുക്കാം നെല്ല്, അല്ലെങ്കിൽ 10 മാസം വാഴക്കൊല വെട്ടാം, അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞാൽ വഴുതന എടുക്കാം, 60 ദിവസം കഴിഞ്ഞാൽ തക്കാളി പറിക്കാം. ഇത് ഇവരുടെ പുസ്തകത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അവൻ 45-ാം ദിവസം അവൻ കൃഷിക്കാരൻ അതിൽ നിന്ന് വിളവെടുക്കാൻ അറിയുന്ന പണി അവൻ പഠിച്ചിട്ടുണ്ട്. 45 ദിവസം കൊണ്ട് അവൻ വിളവെടുക്കും അവൻ വെച്ചിരിക്കുന്ന തയ്യിൽ നിന്ന്. അതൊരു വലിയ ലോബിയായിട്ട് മാറിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തി കൊടുക്കും. ഏതെല്ലാം മുതലാളിമാർക്ക് പാടം നികത്തണം അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റായിട്ട് കൃഷി ഡിപ്പാർട്ട്മെന്റ് മാറിയിട്ടുണ്ട്. അതല്ലാതെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയല്ല ഈ പഞ്ചായത്തും ഈ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം, അതിന് കൃത്യമായ പ്രക്ഷോഭമാണ് ബി.ജെ.പി. ഈ നീണ്ടൂർ പഞ്ചായത്തിൽ ആരംഭിക്കുന്നത്. കർഷകർക്ക് വേണ്ടിയാണ്. കർഷകരെ സഹായിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതികളിൽ നടന്ന ക്രമക്കേടുകൾ കർഷകരോടും പൊതുജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. നീണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിനോഷ് രാജ് അധ്യക്ഷനായിരുന്നു. ബി.ജെ.പി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അജയ് കുമാർ N, ബി.ജെ.പി. ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് സനീഷ് ഗോപി, ബി.ജെ.പി. നീണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി അഞ്ജന തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി സുഭാഷ്, ഏറ്റുമാനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി T.R. രാജേഷ്, ഏറ്റുമാനൂർ മണ്ഡലം സെക്രട്ടറി വിദ്യാശങ്കർ, ബി.ജെ.പി. നീണ്ടൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഓണന്തുരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.